ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു കിഡിലൻ ഇഫ്താർ സ്നാക്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഒരു തക്കാരപ്പെട്ടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ചൂടാവുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്ത സവാള, ക്യാരറ്റ്, ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ചിരകിയ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, പുതിനയില, മല്ലിയില, ഉപ്പ്, വിനീഗർ എന്നിവ ചേർത്തിട്ട് മിക്സിയിൽ ഇതൊന്ന് ചതച്ചിട്ടെടുക്കാം. നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ സമൂസ ഷീറ്റിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുക, പിന്നെ ഒരു മുട്ട ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഇത് മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാവുന്ന സമയത്ത് ഇത് ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഇഫ്താർ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.